ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ചാപ്റ്റേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തൽക്കാലം അർമേനിയൻ വ്ളോഗ്സിന് ഒരു വിശ്രമം കൊടുക്കാം. നിങ്ങൾക്കെല്ലാം കുറേ കണ്ട് ബോറടിച്ച് കാണും ചിലപ്പം. നമുക്കിന്ന് വേറൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ലൈഫ് ചാപ്റ്റേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചതും എന്നും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതുമായ 5 ഇംഗ്ലീഷ് മൂവികളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് നിങ്ങളെല്ലാവരും കണ്ട മൂവി ആയിരിക്കാം, ചിലപ്പോൾ കാണാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവാം. ഇപ്പം നമുക്ക് കുറേ കൂടി ഈസി ആയിട്ട് കാണാനുള്ള പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി എന്തായാലും ശ്രമിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുള്ള കുറച്ച് മൂവീസാണിത്. നിങ്ങളെല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആദ്യമായി നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസ്റ്റവേ എന്ന് പറഞ്ഞ മൂവിയാണ്. 2000 ഇത് പുറത്തിറങ്ങിയത്. റോബർട്ട് സെമിക്സ് സംവിധാനം ചെയ്ത് ടോം ഹാങ്ക്സ്, എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനായ ടോം ഹാങ്ക്സ് പ്രധാന വേഷത്തിലെത്തിയ മൂവിയാണ് കാസ്റ്റവേ. ഒരുപാട് അക്കാഡമിക് അവാർഡുകളൊക്കെ നേടിയ മൂവിയാണ്. ഇതിൻ്റെ ഒരു പ്ലോട്ട് ഒരു എന്താ പറയുക, ഒരു പ്ലെയിൻ ക്രാഷിൽപ്പെട്ട് ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ അകപ്പെട്ട് പോകുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണിത്. ഒറ്റപ്പെടലിൻ്റെ എല്ലാ ഒരു വേദനയും അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ മനുഷ്യന് എങ്ങനെയൊക്കെ പറ്റും എന്നുള്ള ഒരു പ്ലോട്ടിനെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഇൻജെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സിനിമയിലൂടെ സംവിധായകൻ. അത്യുജ്വലമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു മൂവിയാണ് ഇതിൽ ടോം ഹാങ്ക്സ്. ഏറ്റവും മികച്ച നടനുള്ള അക്കാദമിക് അവാർഡ് നേടിക്കൊടുത്ത ഒരു മൂവിയും കൂടിയാണ് കാസ്റ്റവേ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത മൂവിയിലേക്ക് പോകാം. അടുത്ത മൂവി കുറച്ച് പഴയ മൂവിയാണ്. 1994 പുറത്തിറങ്ങിയ ഷോഷാങ്ക് റിഡംപ്ഷൻ എന്നുള്ള മൂവിയാണ് ഇനി എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഫ്രാങ്ക് ഡെറാബോൺ സംവിധാനം ചെയ്ത് ടിം റോബിൻസും മോർഗൻ ഫ്രീമാനും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഒരു മൂവിയാണ് ഷോഷാങ്ക് റിഡംപ്ഷൻ. ഇത് എല്ലാ ടൈപ്പ് ഓഫ് പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു മൂവി ആവണമെന്നൊന്നുമില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് മൂവി ലവേഴ്സിനെ എന്തായാലും ഇഷ്ടപ്പെടുന്ന, എനിക്ക് ഉറപ്പാണ് അവരുടെയൊക്കെ പേഴ്സണൽ കളക്ഷൻസിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്ന ഒരു മൂവി തന്നെയാണ് ഷോഷാങ്ക് റിഡംപ്ഷൻ. 1947 കാലഘട്ടത്തിലെ ഒരു സിനിമയാണിത്. ഒരു ബാങ്കറും അയാളുടെ ഭാര്യയെയും കാമുകനെയും കൊല്ലുന്നു. അതിനുശേഷം 2 ലൈഫ് സെന്റൻസ് കിട്ടി പുള്ളി ജയിലിലേക്ക് എത്തുന്നു. ആ ജയിലിൽ നിന്നാണ് ഷോഷാങ്ക് റിഡംപ്ഷൻ എന്ന മൂവി ശരിക്കും പറഞ്ഞാൽ വളർന്ന് വികസിച്ച് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കയറുന്നത്. സൗഹൃദത്തിന്റെ അതിമനോഹരമായ കുറേ നിമിഷങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് മൂവി മുമ്പോട്ടേക്ക് പോകുന്നത്. നമ്മളെ ഒരിക്കൽ പോലും നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാത്ത രീതിയിൽ ഈ മൂവി നമ്മളെ പിടിച്ചെടുക്കും. അതിമനോഹരമായ ഒരു മൂവിയാണ്. ഇത്ര വർഷമായിട്ടും, ഏകദേശം 30 വർഷമായിട്ടും ഇന്നും ഇത്ര ഫ്രഷ്നെസ്സോടുകൂടി ആ മൂവി കാണാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മൂവിയുടെ ക്വാളിറ്റി തന്നെയാണ്. കാണാൻ സാധിക്കുന്നവരൊക്കെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടുത്ത മൂവി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2006 പുറത്തിറങ്ങിയ ബാബേൽ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അലക്സാൻഡ്രോ ഗോൺസാൽവസിന്റെ സംവിധാനത്തിലാണ് ഈ മൂവി പുറത്തിറങ്ങിയത്. ബ്രാഡ് പിറ്റും കേറ്റ് ബ്ലാങ്കറ്റുമാണ് ഈ മൂവിയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. മൊറോക്കൻ ഡിസേർട്ടിലേക്ക് ഒരു യാത്ര പോകുന്ന ഒരു കപ്പിളും ആ കപ്പിളും അവരുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ഒരു 3 ഫാമിലിക്കും ഇടയിൽ നടക്കുന്ന ഒരു കഥയാണിത്. ഒരേ സമയത്ത് ഈ 4 ഫാമിലിയും അവർ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ബാബേൽ എന്ന് പറഞ്ഞ മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ബ്രാഡ് പിറ്റിലേക്ക് ഒരു സ്റ്റാർ വാല്യൂ ഒക്കെ മാറ്റിവെച്ച് ഈ മൂവിയുടെ ഒരു ഡെപ്തിലേക്ക് ആ മനുഷ്യൻ ഇറങ്ങി വന്ന് അഭിനയിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് മൂവിയുടെ ലിസ്റ്റിൽ മാത്രമേ പെടുത്താൻ നമുക്ക് അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു മൂവിയാണ് ബാബേൽ. ഒരുപാട് അവാർഡുകളും കിട്ടിയതാണ്. അക്കാഡമി അവാർഡ്സ്, ബാഫ്റ്റ അവാർഡ്സ്, അങ്ങനെ തുടങ്ങി ഒരുപാട് അവാർഡുകളും വാരിക്കൂട്ടിയ മൂവി തന്നെയാണ് ബാബേൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കാണുമെന്നാണ് എൻ്റെ ആഗ്രഹം. കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കമ്പാരിറ്റീവ്ലി പുതിയ മൂവിയാണ്. 2013 പുറത്തിറങ്ങിയ 12 Years a Slave എന്ന് പറയുന്ന അതിമനോഹരമായ മൂവിയാണ്. ഒരു സംഭവ കഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ മൂവി ചിത്രീകരിച്ചിരിക്കുന്നത്. സ്റ്റീവ് മക്യൂനാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. ബ്രാഡ് പിറ്റും ചുവറ്റൽ എജിയോഫോറും ഒക്കെയാണ് ഇതിനകത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഗോൾഡൻ ഗ്ലോബ്, അക്കാഡമി അവാർഡ്,
അങ്ങനെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു അതിമനോഹരമായ ഒരു മൂവിയാണ് 12 Years ലൈഫ്. അടിമക്കച്ചവടത്തിന്റെയും അടിമത്തത്തിന്റെയും കാഴ്ചയാണ് ഈ മൂവി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് 2 വാക്കിൽ ഈ പ്ലോട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, സ്വതന്ത്രനായിരിക്കുന്ന ഒരു കറുത്ത വംശജൻ അടിമയാക്കപ്പെട്ട് 12 വർഷം കുടുംബത്തെയും കുട്ടികളെയും വിട്ട് ജീവിക്കേണ്ടി വരുന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് 12 Years ലൈഫ് എന്ന് പറയുന്നത്. നമ്മളെ വളരെയധികം ഇമോഷണലി അഫക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയും കൂടി ആയിരിക്കാം ഇത്. ഞാനിപ്പോൾ ഇത് കണ്ടിട്ട് ഏകദേശം 10 വർഷത്തോളമായി. ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ഞാൻ കണ്ടത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്ന് ഒരിക്കലും മാറാത്തൊരു മൂവിയാണ്. ഇന്നും എൻ്റെ സ്വകാര്യ കളക്ഷനിൽ ഞാൻ കീപ്പ് ചെയ്യുന്ന മൂവിയാണ്, ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യുന്ന മൂവിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടുത്തതായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് പെർഫോമൻസ് കൊണ്ട് എന്നെ ഞെട്ടിച്ച ഒരു മൂവിയാണ്. 1991 പുറത്തിറങ്ങിയ സൈലൻസ് ഓഫ് ദ ലാംബ് എന്ന് പറയുന്ന മൂവിയാണത്. ജൊനാഥൻ ഡെമ്മെ സംവിധാനം ചെയ്ത് ജോഡി ഫോസ്റ്ററും ആന്റണി ഹോപ്കിൻസും അഭിനയിച്ച അതിമനോഹരമായ ഒരു സൈക്കോ ത്രില്ലറാണ് സൈലൻസ് ഓഫ് ദ ലാംബ്. ആന്റണി ഹോപ്കിൻസിനെ പോലെ ഇത്ര സുന്ദരനായ ഒരു സൈക്കോ കില്ലറെ നമുക്ക് വേറെ ഒരു മൂവിയിലും കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെ പറയണമെന്ന് പോലും നമുക്കറിയാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇന്ന് വരെ സിനിമയിൽ കാണാത്ത രീതിയിലുള്ള ഒരു സൈക്കോ കില്ലറെയാണ് ആ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുക. ഇത്ര വർഷമായിട്ടും ആ മൂവി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല്, അത് ഒരു നെക്സ്റ്റ് ലെവലാണ് ആ ഒരു ഫീൽ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ മൂവിയിൽ ആന്റണി ഹോപ്കിൻസിനെ ആദ്യം നമുക്ക് കാണിക്കുമ്പോൾ പുള്ളിയുടെ ഒരു നോട്ടമുണ്ട് ആ മൂവിക്കകത്ത്. ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ സ്റ്റണ്ടായി പോകും. പിന്നെ നമ്മൾ ആ പുള്ളിയുടെ വലിയൊരു ആരാധകനായിട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങ് മാറും. അതിഗംഭീരമായ ഒരു മൂവിയാണ്. നിങ്ങൾക്ക് കാണാൻ സാധ്യത കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും കാണുക. എല്ലാവരുടെയും പെർഫോമൻസ് അതിമനോഹരമാണ്. ഒരു സൈക്കോ കില്ലറുടെ സഹായത്തോടു കൂടി മറ്റുള്ള കൊലപാതകങ്ങൾ തെളിയിക്കാൻ വരുന്ന ഒരു CIDയുടെ ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് സൈലൻസ് ഓഫ് ദ ലാംബ് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിന് വേറെ സെക്കൻഡ് പാർട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് 91 ഇറങ്ങിയ സൈലൻസ് ഓഫ് ദ ലാംബിന്റെ ഫസ്റ്റ് മൂവി തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് 5 മൂവി സജസ്റ്റ് ചെയ്തു. ഞാൻ എന്ന് മുതൽ കണ്ടോ ഇന്ന് വരെ എൻ്റെ കൂടെ, എൻ്റെ കളക്ഷനിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന 5 മൂവികളെ പറ്റിയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ആദ്യമായി നമ്മൾ സംസാരിച്ചത് കാസ്റ്റവേ എന്ന് പറഞ്ഞ മൂവിയാണ്. രണ്ടാമത് നമ്മൾ സംസാരിച്ചത് ഷോഷാങ്ക് റിഡംപ്ഷനാണ്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ബാബേൽ. നാലാമത് പറഞ്ഞത് 12 Years ലൈഫ്. 5ാമത്തെ മൂവി സൈലൻസ് ഓഫ് ദ ലാംബ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി കളക്ഷൻസിൽ ഞാൻ എന്നും സൂക്ഷിക്കുന്ന 5 മൂവിയാണ്. കാണാത്ത കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് ഒരിക്കലും നിരാശ തോന്നില്ല ഈ 5 മൂവി കണ്ടു കഴിഞ്ഞാൽ. അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിലും മനോഹരമായ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവികൾ തീർച്ചയായും സജസ്റ്റ് ചെയ്യുക. അത് നമുക്കൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ തരിക. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ കാണുമെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഗുഡ് ബൈ.